സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തന്റെ കുടുംബത്തിന്റെ ആ ഒരു വികാരം മാനിച്ച് തീരുമാനമെന്നാണ് ഉത്തരവിലുള്ളത്. ആര്യ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷിക്കും. അത് സംബന്ധിച്ച് CBI അന്വേഷണത്തിന് വിടാനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. സിദ്ധാർത്ഥിന്റെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അല്പസമയം മുമ്പാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും സിദ്ധാർത്ഥിന്റെ മരണം സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിലവിൽ പോലീസിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. പോലീസിന്റെ പ്രത്യേക സംഘം എന്ന് പറയുമ്പോഴും വയനാട് ലോക്കൽ പോലീസ് തന്നെയാണ് ഈ അന്വേഷണത്തിന് ചുമതല വഹിക്കുന്നത്. ആ അന്വേഷണത്തിൽ അതൃപ്തിയും അവിശ്വാസവുമാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം രേഖപ്പെടുത്തിയിരുന്നത്. കാരണം ഈ കേസിൽ 18 പ്രതികളാണുള്ളത്. ആ 18 പ്രതികളിൽ SFI നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാനും ഒക്കെയുള്ള നീക്കം നടക്കുന്നു. അതിനൊപ്പം തന്നെ ശരിയായ രീതിയിലല്ല ഈ കേസിന്റെ അന്വേഷണം. സിദ്ധാർത്ഥിന്റെ മരണം ഒരു ആത്മഹത്യ എന്ന നിലയിലാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നത്. അനന്തൻ, ഇപ്പോഴും നേരത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോഴും ഇപ്പോഴും ഒരു റാഗിംഗ് ആണ്, അതിലപ്പുറത്തിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴും ആ കൊലക്കുറ്റം ചേർത്തിട്ടില്ല, ആ വകുപ്പ് ചേർത്തിട്ടില്ല അനന്തൻ ഇതിൽ. തീർച്ചയായിട്ടും സിദ്ധാർത്ഥിന്റെ മരണം സംബന്ധിച്ച് കുടുംബവും